അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ചാറ്റ് GPT AIs ഉണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരു സിസ്റ്റം പ്രോസസ്സൊക്കെ ശരിക്കും ഒരു ബിസിനസ് ഓണർക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും അതിന് ഒരു എക്സ്റ്റേണൽ കൺസൾട്ടന്റിന്റെ ആവശ്യമുണ്ടോ? ഇത് മെജോറിറ്റി ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചാറ്റ് GPT നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ്സിനെ കുറിച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മിനിമം ഐഡിയ ഉണ്ടെങ്കിൽ ഈ SOP എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഡ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സാധനം വലിയ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഒന്നും വേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഉള്ളത് SOPs ചാറ്റ് GPTക്ക് തരാൻ പറ്റും. അതൊരു പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് GPT നിങ്ങൾ എന്തെടുത്തു കഴിഞ്ഞാലും അതിനൊരു 70% ആക്യുറസി കാണുള്ളൂ. നിങ്ങൾ നോക്കി മനസ്സിലാവും. 100%ലേക്ക് ചിലപ്പോൾ വരുമെങ്കിൽ പോലും ഹൈലി എഫിഷ്യൻ്റ് ആണ്. പ്രാക്ടിക്കൽ എന്ന് പറയുന്നൊരു സാധനം അതിനകത്ത് വേണം. അപ്പോൾ ഒരുപാട് ഡോക്യുമെൻറ്റിനും അപ്പുറത്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് അവിടെയുള്ള ആ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാകാവുന്ന രീതിയിലേക്ക് അതിനൊരു പ്രാക്ടിക്കലാക്കുക എന്ന് പറയുന്നതാണ് ഒരു കൺസൾട്ടൻ്റ് എക്സ്പെർട്ട്. അയാളും ചിലപ്പോൾ ചാറ്റ് GPT ഉപയോഗിക്കും ഇതിൻ്റെ ടൈം കുറക്കാൻ വേണ്ടിയിട്ട്. ഒരു മാസം എടുത്ത് വർക്ക് ചെയ്യേണ്ട ഒരു സാധനം അയാൾ ചാറ്റ് GPTനെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ആ 2 ദിവസം കൊണ്ട് തീർക്കുന്നതിന് അയാളുടെ പ്രാക്ടിക്കൽ വിസ്ഡം കൊണ്ടുവരുമ്പോൾ അതിന് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകും. ബിസിനസ് സ്പെസിഫിക് ആയിരിക്കും അല്ലേ? ആ പെർട്ടിക്കുലർ ബിസിനസ്സിന് എന്താണ് സ്പെസിഫൈ ചെയ്ത് പെർട്ടിക്കുലർ ബിസിനസ് മാത്രമല്ല അതിനകത്ത് ഒരു അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഒരു ടീ ഷോപ്പ് ഉദാഹരണം എടുക്കാം. ഒരു ടീ ഷോപ്പിനെ പ്രോസസ്സ് ഉണ്ടാക്കുന്നതും അതിന് തന്നെ ഒരു 5 ബ്രാഞ്ചുകളിലൊരു ടീ ഷോപ്പ് ഉണ്ട്. അവിടെ കുറേ പ്രോസസ്സുകളുണ്ടാവും. കസ്റ്റമർ വരുന്നതുണ്ടാവും, ചായ അടിക്കുന്നുണ്ടാവും, കൊടുക്കുന്നുണ്ടാവും, ഡെലിവറി ചെയ്യുന്നുണ്ട്, ക്ലീനിങ്. അവിടെയുള്ളൊരു പ്രോസസ്സും ഒരു 50 ടീ ഷോപ്പുകൾ ഒരേപോലെ ചെയ്യുന്നിടത്തുള്ള പ്രോസസ്സിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഓപ്പറേഷണൽ മീൻസ് ടീ ഷോപ്പിൻ്റെ ഓപ്പറേഷൻ ചിലപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിൽ പോലും അതിൻ്റെ ബാക്ക് എൻഡ് ഓപ്പറേഷനിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ചാറ്റ് GPTൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു കൺസൾട്ടൻറ്റ് വരുമ്പോൾ ഒരു കൺസൾട്ടൻറ്റിന് 2 മാസം കൊണ്ട് ചെയ്യാവുന്ന പരിപാടി ചാറ്റ് GPT കൊണ്ടുവരുമ്പോൾ ചാറ്റ് GPT കൂടെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു 3 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അവിടെ ആരുടെ കോസ്റ്റ് കുറയുന്നുണ്ട്? ഓണറുടെ കോസ്റ്റും കുറയുന്നുണ്ട്. ഇയാളുടെ എക്സ്പെർട്ടൈസിനും പ്രാക്ടിക്കൽ വിസ്ഡത്തെ ബൈ ചെയ്യാനും പറ്റുന്നുണ്ട്. ടെക്നോളജി ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടിക്കൽ വിസ്ഡത്തെ റീപ്ലേസ് ചെയ്യല്ല. ശരിക്കും പ്രാക്ടിക്കൽ വിസ്ഡത്തിൻ്റെ കോസ്റ്റ് കുറയ്ക്കും. പ്രാക്ടിക്കൽ വിസ്ഡത്തെ വളരെ എളുപ്പത്തിൽ മീൻസ് ഫിസിക്കൽ എഫേർട്ടിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഒരു ബിസിനസ്സിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈവൻ എൻ്റെ ബിസിനസ്സിൽ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ അത് എനിക്ക് സാധിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ തന്നെ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും സാധിക്കില്ലെന്നൊരു വിശ്വാസമുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ നമുക്കൊരു പരിധി വിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര നല്ല ടീച്ചറാണെങ്കിലും ശരി, നിങ്ങൾ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നിടത്ത് പലപ്പോഴും എന്താവും? പരാജയപ്പെടും. നിങ്ങൾ എത്ര വലിയ ഡോക്ടറാണെങ്കിലും ശരി, ഒരു എമർജൻസി സിറ്റുവേഷൻ സ്വന്തം മക്കളെ അല്ലെങ്കിൽ സ്വന്തം ആളെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇമോഷൻ എന്ന് പറയുന്നൊരു സാധനം വർക്കാവും. സ്വന്തം ബിസിനസ്സിന് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആ സാധനത്തെ കാണുന്ന ഒരു ഇമോഷണൽ എലമെൻ്റ് ആയിട്ടായിരിക്കും. ഒരു ലീഡ് വന്നിട്ട് അത് ചെയ്തിൽ ഇത്രയായിട്ട് എൻ്റെ ടീം വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ള ഫീൽ. നിങ്ങളൊരു സിസ്റ്റം സ്റ്റഡി ഞങ്ങൾ നടത്താറുണ്ട് ഒരു ബിസിനസ്സിനെ. ഇപ്പോൾ സിസ്റ്റം സ്റ്റഡി ഈ വളരെ ഡീറ്റെയിൽ ആയിട്ട് നടത്തുന്ന സമയത്ത് പലപ്പോഴും സിസ്റ്റം സ്റ്റഡി പ്രസൻറ്റേഷൻ കാണുമ്പോൾ പല ക്ലയൻറ്റിനും ഭയങ്കരമായിട്ട് ദേഷ്യം വരും, അരോഗൻ്റ് ആവും, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാറുണ്ട്, കരയാറുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് ഇവന്മാർ ഇതാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാറുണ്ട് ആ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ അവിടെയാണ് ഒരു ഇമോഷണൽ ഇല്ലാതെ ന്യൂട്രലായിട്ടൊരു കൺസൾട്ടൻറ്റിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തൊരു തേർഡ് പാർട്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഒന്നാമത്തെ അറ്റൻഡ്. പിന്നെ ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾ കാണുന്നതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് കാഴ്ചകളെ വിശാലമായിട്ടൊരു തേർഡ് പാർട്ടി ആംഗിൾ നമുക്ക് കാണാൻ പറ്റും, തേർഡ് പേഴ്സൺ ആംഗിളിൽ കാണാൻ പറ്റും. അതും ഒരു കൺസൾട്ടൻറ്റിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ ബിസിനസ്സിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോസസ്സിന് ലാഗിങ് പല കാര്യങ്ങൾക്ക് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 1 year കൊണ്ട് തീരേണ്ട സാധനം ഒരു കൺസൾട്ടൻ്റ് അവിടെ വരുമ്പോൾ ഒരു 3 വർഷം കൊണ്ട് നമുക്ക് എഫിഷ്യൻസി എൻഹാൻസ്മെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു എക്സ്റ്റേണൽ എക്സ്പെർട്ട് കൺസൾട്ടൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ എഫേർട്ടിനെയും ടൈമിൻ്റെയും ഓപ്പർച്യൂണിറ്റി ലോസ് വളരെ വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ 4 കോടി ബിസിനസ് ചെയ്യുകയാണ്, പക്ഷെ നിങ്ങളുടെ ബിസിനസ് സിസ്റ്റത്തിൻ്റെയും അതിൻ്റെ എററും കംപ്ലീറ്റ് ചെയ്ത് 40 കോടിയിലേക്ക് എത്തിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളൊരു കമ്പനി ആണെങ്കിൽ ആ വളരാനുള്ള പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ചെയ്യുന്നത്.